രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടത്. ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി RSSനെ കുറിച്ച് പുകഴ്വാക്കുകൾ പറയുന്നത് നാം കേൾക്കുന്നു. RSS ഒരു NGO ആണെന്ന്, ഒരു സേവന സംഘമാണെന്ന്, രാജ്യത്തിന്റെ സൃഷ്ടിയിലും വളർച്ചയിലും അതിനെന്തോ വലിയ പങ്കുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഉയർന്നു വരുന്ന ഒരു ദിവസമാണ്. ആ ദിവസം RSSനെ കുറിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് ചരിത്രബോധമുള്ള മനുഷ്യരെല്ലാവരും ആലോചിക്കും. സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിൽ എവിടെയും കാണാതിരുന്ന ഒരു പ്രസ്ഥാനം, ഒരു വേള സ്വാതന്ത്ര്യ ദിനത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കുറുകെ നിന്ന ഒരു പ്രസ്ഥാനത്തിനെ ഇപ്പോൾ മഹത്വവൽക്കരിക്കുകയും രാഷ്ട്ര നിർമ്മാണ ചരിത്രത്തിന്റെ മുഖ്യസ്ഥാനത്തേക്ക് അതിനെ എടുത്ത് പ്രതിഷ്ഠിക്കാൻ ചെയ്യാനും ശ്രമിക്കുന്നത് എന്തുമാത്രം വിരോധാഭാസം നിറഞ്ഞ ഒരു കാഴ്ചയാകും. ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞതിനെയെല്ലാം പിന്നീട് എടുത്തുകൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കാലത്ത് ഒരു പങ്കുമല്ലാതിരുന്ന പ്രസ്ഥാനങ്ങളുടെയെല്ലാം മുഖ്യാമരക്കാരനായിരുന്നു തങ്ങളെന്ന് അഭിനയിക്കുക, RSSന്റെ അപ്പുറം നിന്ന മനുഷ്യരെയെല്ലാം ഇപ്പുറം കൊണ്ടുവന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, എന്തെല്ലാം കാണേണ്ടി വരുന്നു ഈ മോദിക്കാലത്ത് നമ്മൾക്ക്. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന RSSന്റെ കാര്യത്തിൽ അവർക്ക് എന്തുമാത്രം രാഷ്ട്രത്തിന്റെ മനസ്സുമായി, അതിന്റെ ചരിത്രവുമായി, സ്വാതന്ത്ര്യ സമരവുമായി സത്യത്തിൽ ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട്. RSSനെ കൊണ്ടുവന്ന് മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കാൻ, സകല മനുഷ്യരുടെയും മുന്നിൽ അതിന് വിശിഷ്ട ഒരു പ്രഭയുണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന ശ്രമം എന്തുമാത്രം വിജയിക്കുന്നുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. എന്നോടൊപ്പം ശ്രീ ബിജു നായർ, BJP സഹയാത്രികൻ, ഇടതു സഹയാത്രികനായ ശ്രീ N. ലാൽകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഡോ ജോൺ എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ബിജു നായർ, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാതിരുന്നിട്ടും RSSനെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗം, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം എന്നൊക്കെ സ്ഥാപിച്ചെടുക്കുന്നതിൽ ഈ കാലത്ത് സംഘ്പരിവാർ എന്തുമാത്രം വിജയിച്ചു എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഉള്ള ഒരു പരിഗണന എന്നതിലുപരി ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയിൽ, നമ്മുടെ ശക്തിമത്തായ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ RSSന് എന്ത് പങ്ക് നിർവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിജി തന്നെയാണ്. അദ്ദേഹത്തെ ആ ഒരു അധികാരത്തിലേക്ക് എത്തിച്ചത് ഇന്ന് RSS കഴിഞ്ഞ 100 വർഷങ്ങളായി ചെയ്തിട്ടുള്ള സേവന സന്നദ്ധതയുടെയും അതുപോലെ തന്നെ ത്യാഗസന്നദ്ധമായ ഒരു ആത്മസമർപ്പണത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ ഇവിടെ നമുക്ക് പറഞ്ഞു വയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് ഈ RSSനെ കുറിച്ച് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിലായതുകൊണ്ട് ഇത് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെക്കുറിച്ച് മാത്രമുള്ള ഒരു വിലയിരുത്തലാണ് എന്ന് പറഞ്ഞു വെക്കേണ്ട യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല. നമുക്ക് നേരെ മറിച്ച് ഇവിടെ പറയുവാനുള്ളത്, ഇനി അങ്ങോട്ടുള്ള 50-100 വർഷങ്ങൾ ഇന്ത്യയുടേത് അതെങ്ങനെയായിരിക്കും, അടുത്ത 10 വർഷത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു വികസിത ഭാരതത്തിൻ്റെ ആ ഒരു പടവുകളിലേക്ക് നടന്നു കയറുവാൻ പോകുന്നത് എന്നൊക്കെ വരച്ചു കാട്ടുന്ന ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ ഒരു പ്രസംഗത്തിലെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് RSSനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ എത്ര സംഘടനകളുണ്ട്, ഇങ്ങനെ 100 വർഷം തികച്ച സംഘടനകൾ. ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എത്രയോ തവണ പിളരുകയും പിന്നെ കോൺഗ്രസിനെ തന്നെ പിരിച്ചുവിടണമെന്ന് മഹാത്മജി പറഞ്ഞതിനെ പോലും മാറ്റിമറിച്ചുകൊണ്ട് അവർ മഹാത്മജിയുടെ ആ ഒരു ലാസ്റ്റ് നെയിം പോലും ഇന്ന് എടുത്തുകൊണ്ട് മഹാത്മാഗാന്ധിയെ യൂസ് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ ഒരു ഓപ്പർച്യൂണിസത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദിനത്തിൽ പ്രസംഗിച്ചു എന്നതുകൊണ്ട് RSSന്റെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തം പറയാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കേണ്ട. വേറെ ചില കാര്യങ്ങളാണ് RSSന്റെ കോൺട്രിബ്യൂഷനുമായി ഉള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ പങ്കൊന്നുമില്ല അങ്ങനെ എന്നാണ് താങ്കളും പറയുന്നത്, അതാണോ? ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ നേതൃനിരയിൽ നിന്ന് നയിക്കാം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയ ഒരു സംഘടനയെ അല്ല RSS എന്നുള്ളത് വളരെ വ്യക്തമായി ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ കേശവ് ബലിറാം ഹെഗ്ഡേവാർജി, നമ്മൾ ഡോക്ടർ ജി എന്ന് വിളിക്കുന്ന RSSന്റെ സ്ഥാപകൻ പോലും കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിക്കാവുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായിട്ടാണ് RSSനെ എൻവിഷൻ ചെയ്തിട്ടുള്ളത്. അത് വഹിച്ചുവെന്നാണ് മോദി പറയുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടം എന്ന് പറഞ്ഞാൽ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചു. ഒന്ന്,
രണ്ട് വിവിധങ്ങളായ ദേശീയതകളാൽ മുഖരിതമായിരുന്ന ഈ നാടിനെ ഒരൊറ്റ യൂണിയനാക്കി മാറ്റി ഒരു രാഷ്ട്രമാക്കി അതൊരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി നമ്മുടെ കയ്യിൽ വെച്ച് തന്നു. അതാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ എടുത്ത പണി. ആ പണിയെ നമ്മൾ റിമെമ്പർ ചെയ്യുന്ന, സ്മരിക്കുന്ന ദിവസമാണ് സ്വാതന്ത്ര്യദിനം. ആ ദിവസത്തിൽ എന്താണ് RSSന്റെ പങ്കാളിത്തം? ഈ പോരാട്ടം നയിക്കുന്നതിൽ, ഈ രാജ്യം നിർമ്മിക്കുന്നതിൽ, അതിനൊരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റുന്നതിൽ, അതിനെക്കുറിച്ച് വിഷൻ ഉണ്ടാക്കുന്നതിൽ RSSന് എന്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു? പിന്നെ താങ്കൾ പറഞ്ഞു ഹെഡ്ഗവാർ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് സമരത്തിനുണ്ടായിരുന്നു എന്ന്. ഹെഡ്ഗവാർ ഏതോ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 925 RSS ഉണ്ടാക്കിയ ആ നിമിഷം മുതൽ പിന്നെ RSSകാർ ഈ പറയുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് കുറുകെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 920 ശേഷം RSSകാരോ RSSോ സ്വാതന്ത്ര്യ സമരത്തെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു വെക്കുകയാണ് എന്താണ് രാഷ്ട്ര നിർമ്മാണം എന്നുള്ളത്. അത് കഴിഞ്ഞ് താങ്കളുടെ തന്നെ ചില ഡെഫിനിഷൻസ് വച്ച് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ശക്തിമത്തായ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ നേടിയെടുത്തത് സ്വാതന്ത്ര്യ സമരം വിജയിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭരണഘടന എഴുതി വെച്ചത് കൊണ്ടൊന്നുമല്ല. നമുക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം, നമ്മുടെ രാഷ്ട്രശില്പി എന്ന് വാഴ്ത്തിപ്പാടപ്പെടുന്ന നെഹ്റുജിയും അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരും ഇന്ത്യ ഭരിച്ചുകൊണ്ട് അവസാനം ഇന്ത്യയുടെ സ്വർണം പോലും വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് പണയം വയ്ക്കേണ്ട രീതിയിൽ നമ്മൾ അമ്പേ തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും പിന്നീട് കരകയറിയത് അവിടെയും ഒരു രാഷ്ട്ര നിർമ്മാണമാണ് നടന്നത്. അപ്പൊ അതിന്റെ ശില്പിയായ പോലും നികുതി ഏർപ്പെടുത്തിയിട്ട് നോർത്ത് ഇന്ത്യയിലെ പല വ്യവസായ മേഖലകളും, കുടിൽ വ്യവസായ മേഖല പോലും വലിയ തിരിച്ചടി നേരിടുന്ന കാലമാണ്. അമേരിക്കയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മേന്മയുടെ 10 വർഷക്കാലത്തിന്റെ കഥ പറയാൻ പോയാൽ വേറെയും നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാമെന്ന വിചാരത്തിൽ പ്രവർത്തിച്ച ഉണ്ടാക്കിയ സംഘടനയല്ല ഈ സംഘടന എന്നാണ്. നോക്കൂ, ഇന്ത്യ നമ്മുടെ ഭാരതാംബ, ഭാരത മണ്ണ്, പുണ്യഭൂമി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബേസിക് സംഗതി എന്തായിരിക്കണം? അത് വൈദേശിക ആധിപത്യത്തിന് കീഴിലാണെങ്കിൽ അതിനെ മോചിപ്പിക്കുക എന്നതിലായിരിക്കണമല്ലോ RSSകാരുടെ ഒന്നാമത്തെ കോർ ആശയം. അതായിരിക്കണമല്ലോ. താങ്കൾ പറയുന്നു RSSന് അങ്ങനെ ഒരു പരിപാടിയെ ഉണ്ടായിരുന്നില്ല എന്ന്. പിന്നെ ഈ ഭാരതാംബയോട്, പുണ്യഭൂമിയോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റ് എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം, 100 വർഷം പ്രവർത്തിച്ച RSS ഈ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നടത്തിയ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആക്കിയത് RSS ആണോ? ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് RSS ആണോ? ഭരണഘടന ഉണ്ടാക്കിയത് RSS ആണോ? ഇന്ത്യ ഒരു സൈനിക ശക്തി ആക്കിയത് RSS ആണോ? സാമ്പത്തിക ശക്തി ഉണ്ടാക്കിയത് RSS ആണോ? കാർഷിക വിപ്ലവം കൊണ്ടുവന്ന RSS ആണോ? അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് RSS ആണോ? എന്താണ് RSS ഇന്ത്യയെ ഉണ്ടാക്കുന്നതിൽ വഹിച്ച പങ്കെന്താണ്? അതെ, താങ്കളുടെ അളവുകോൽ അനുസരിച്ച് RSS ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇന്ന് ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതും സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇന്ന് ഈ രാജ്യത്തെ ഭരിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്നത് RSS കാര്യകർത്താക്കളായി പണ്ട് വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ താങ്കളുടെ അളവുകോലാണ് ഇന്ത്യയിലെ ജനങ്ങളാണ് പറയുന്നത്. താങ്കളുടേതായ ആ ഒരു ഉണ്ടാക്കിയപ്പോൾ മനുസ്മൃതിയുടെ ആശയങ്ങൾ ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് പരിഭവം പറഞ്ഞ RSS ആശയത്തെ കുറിച്ചാണോ? ത്രിവർണ്ണ പതാക ഉയർത്താൻ 947 പറഞ്ഞപ്പോ ഇത് ഞങ്ങളുടെ കൊടിയല്ല എന്ന് പറഞ്ഞ RSS ആണോ? ഏത് RSS ആണ് ഭരണഘടനാ മൂല്യങ്ങളെ? ഭരണഘടനാ മൂല്യം എന്ന് പറഞ്ഞാൽ സർവ്വരെയും സമപ്പെടുത്തുന്നതാണ് ഭരണഘടനാ മൂല്യം. അതിന്റെ കൂടെയാണോ RSS? അതെ, ഇപ്പൊ താങ്കൾ ചെറിയിപ്പിക്കുന്ന ചില RSSന്റെ നിലപാടുകൾ അതൊക്കെ എന്നോ തിരുത്തപ്പെട്ട നിലപാടുകളാണ്. അത് വീണ്ടും ചെറിയിപ്പിക്കുക ഇവിടെ പറയുന്നത് അതിനോട് നമ്മൾ ഇന്നും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു വാശിയുടെ പേരിലാണ്. അങ്ങനെയുള്ള ഒരു യാതൊരുവിധ പ്രത്യയശാസ്ത്ര കെട്ടുപാടുകളും RSSനില്ല. നേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവരോടും ഒപ്പം, എല്ലാവർക്കും വേണ്ടി എന്നുള്ള ആ ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന RSSനെ ജനങ്ങൾ സ്വീകരിക്കുന്നു. അവിടെയാണ് ജനങ്ങളാണെന്ന് തീരുമാനിക്കുന്നത്. കോൺട്രിബ്യൂഷനെ കുറിച്ച് മോദി പ്രസംഗിക്കുന്നു, അത് താങ്കൾ അതിനെ എൻഡോസ് ചെയ്യുന്നു. എൻ്റെ ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ 100 വർഷത്തെ പാരമ്പര്യം എങ്ങനെ പറയും? രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടില്ല, അപ്പോൾ പിന്നെ 100 വർഷത്തെ പാരമ്പര്യം എങ്ങനെ പറയും? ഭരണഘടനാ നിർമ്മാണത്തിലില്ല. രാജ്യത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേട്ടങ്ങളുടെയും അപ്പുറത്തുനിന്ന ഒരു സംഘടന 100 വർഷത്തെ കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഒരു അവകാശവാദം എങ്ങനെ ഏറ്റെടുക്കും? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഒരു ഘട്ടത്തിലും രാജ്യത്തെ മുഖ്യധാരയുടെ ഭാഗമല്ല.
അവർ NGO ആണെന്ന് പറയുന്നു നരേന്ദ്രമോദി. NGO എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചട്ടവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. RSSന്റെ ഭരണഘടന ഉണ്ടോ എന്ന് നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടെന്ന് പറയുന്നു. കാരണം അന്ന് നിരോധനം നീക്കാൻ ഭരണഘടന ഉണ്ടാക്കിയേ പറ്റൂ എന്ന് എന്താ പറയുക സർക്കാർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഉണ്ടാക്കേണ്ടി വന്നു. അത് പുറത്താരും കണ്ടിട്ടില്ല. മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മെമ്പർഷിപ്പും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് NGO ആണെന്ന് പറയാണ്. അതിപ്പോൾ ഓക്കെ, NGO എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഥുറാം ഗോഡ്സെ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ചുരുക്കപ്പേര് ഇറ്റ്സ് ഓക്കെ. പക്ഷെ മറ്റേ NGO ആണെങ്കിലുണ്ടല്ലോ അതിന് വ്യവസ്ഥയും ചട്ടമൊക്കെ ഉണ്ട്. അത് RSSനുണ്ടോ? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് അല്ലാത്ത ഓർഗനൈസേഷൻ എന്നേ ഉള്ളൂ. താങ്കൾ ഇപ്പോൾ പല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതൊന്നും ഏശുവാൻ പോകുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ RSS വളരെ വ്യക്തമായി പറഞ്ഞത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതോടൊപ്പം ആ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ രാജ്യം ശക്തമാകണം, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ള ആശയം മുന്നോട്ട് വച്ചത് കൊണ്ടാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പണ്ടത്തെ സുപ്രീം കോടതി ജഡ്ജി KT തോമസ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് ഇന്ത്യ ഇന്ന് ഒരു ഒറ്റ രാജ്യമായി ശക്തമായി നിൽക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ 3 കാരണങ്ങൾ, ഒന്ന് ഇന്ത്യ ഒരു ജനാധിപത്യ ശക്തിയാണെന്നുള്ളതാണ്, പിന്നുള്ളത് നമ്മുടെ ഭരണഘടനയാണ്, മൂന്നാമത് നമ്മുടെ ആംഡ് ഫോഴ്സസ് ആണ്, നാലാമതൊരു ശക്തി ഉണ്ടെങ്കിൽ അത് RSS ആണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എടുത്തു RSS ഇന്ത്യയെ വലിയ രാഷ്ട്രമാക്കി നിലനിർത്തുന്നതിൽ വഹിച്ച പങ്കാളിത്തം എന്താണ്? ഇവിടെ 10-25 വർഷക്കാലം ഭരിച്ചത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. ബാക്കിയുള്ള കാലം കൊണ്ടാണ് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തിയത്. പ്രധാനപ്പെട്ട എല്ലാ ശിലാസ്ഥാപനവും നടന്നത് ആ കാലത്താണ്. ഇന്ത്യയുടെ സൈന്യമുണ്ടായത്, ഇന്ത്യയുടെ കാർഷിക വിപ്ലവം ഉണ്ടായത്, ഇന്ത്യ ഒരു രാജ്യം നിലയ്ക്ക് വികസിച്ചത്, ഇന്ത്യയിൽ എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികളും വന്നത്, ഇന്ത്യ ഒരു മേൽവിലാസമുള്ള നാടായി മാറിയത് അവർ ഭരിക്കുന്ന കാലത്താണ്. അവിടെ നിങ്ങൾ അപ്പുറത്താണ്. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്തെ ശക്തമാക്കി? എന്ത് കോൺട്രിബ്യൂഷൻ? കുറച്ച് സ്പെസിഫിക് ആയി പറയും. എന്താണ് RSSന്റെ കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തെ ഐക്യത്തോടെ നിലനിർത്താൻ, ഈ രാജ്യത്തെ ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യമാക്കാൻ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷൻ എടുത്തു? അപ്പൊ അതാണ് താങ്കൾ പറഞ്ഞത് തന്നെ സത്യമാണ്. എല്ലാത്തിലും ശിലാസ്ഥാപനം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഒരു ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് 3% ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തകർന്നടിഞ്ഞ ഒരു സ്ഥാനത്ത് ഇപ്പൊ 2014 എന്താണ് സംഭവിച്ചത്? അഴിമതിയിലും മറ്റ് കെടുകാര്യസ്ഥതയിലും വിലക്കയറ്റത്തിലും എല്ലാം പൊറുതിമുട്ടിയ ഒരു നാട്. ആ ഒരു നാട് തിരഞ്ഞെടുത്തത് BJPയെയാണ്. BJPയെ മുന്നോട്ട് വെച്ചത് RSS ആണ്. അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം ഇന്ത്യ എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് സാമ്പത്തിക സ്ഥിതിയിലായാലും പാവങ്ങൾക്ക് വേണ്ടി പല രീതിയിലുള്ള പദ്ധതികൾ നടത്തിയെടുക്കുന്നതിലായാലും അതിപ്പോ താങ്കൾ കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ട് മാത്രം അതൊന്നും ആരും കാണാതെ പോകും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു പ്രധാനമന്ത്രി RSSന്റെ പുകഴ്പാട്ട് പാടുന്നത് നമ്മൾ കേൾക്കുകയാണ്. എന്ന് വെച്ചാൽ RSSനെ 100-ാം വർഷത്തിൽ ഈ ഇന്ത്യയുടെ നിർമ്മാണത്തിലെ പ്രധാന ഫാക്ടറായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്ന പ്ലാനാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് പലതരത്തിലുള്ള വസ്തുതകളെയും ചരിത്രത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള എതിരഭിപ്രായമുണ്ട്. അത് തന്നെയായിരിക്കും താങ്കളും പറയാൻ പോകുന്നുണ്ടാവുക. പക്ഷെ ആ പ്രോജക്റ്റിൽ സംഘിന്, മോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലേ എന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള അറപ്പുമില്ലാതെ ഏത് പൊതുവേദിയിലും RSSന്റെ രാഷ്ട്ര നിർമ്മാണ പങ്കാളിത്തം പറയാൻ കഴിയുന്ന ഒരു നിലയുണ്ടാക്കിയിരിക്കുന്നു. എല്ലായിടത്തും RSSന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. പുസ്തകങ്ങൾ മുഴുവൻ മാറ്റി എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പഴയ ചരിത്ര വസ്തുതകളെ മുഴുവൻ എടുത്തു കളഞ്ഞിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പടത്തിന് മേലെ VD സവർക്കർ എന്നു പേരുള്ള ഒരാളുടെ പടം വെച്ച് പെട്രോളിയം മന്ത്രാലയം പോസ്റ്റർ പുറത്തിറക്കുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം സാധാരണവൽക്കരിക്കപ്പെടുന്നു, നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. RSSനെ മേലെ പ്രതിഷ്ഠിക്കുക എന്ന പണി അതിലവർക്ക് പോകാൻ കഴിഞ്ഞില്ലേ ബഹുദൂരം? ജിൻഡോ, തീർച്ചയായിട്ടും നിഷാദ് പറഞ്ഞ ആ ആശങ്കയെ ഞാൻ 100% പിന്തുണയ്ക്കുകയാണ്. ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ 100 വർഷം കൊണ്ട് RSSന്റെ ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. കാരണം ഒരു ഉളുപ്പുമില്ലാതെ ഈ രാഷ്ട്ര നിർമ്മിതിയുടെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പങ്കുമില്ലാത്തവർ ഇന്ന് ചെങ്കോട്ടയിൽ അതിനെ ഞങ്ങളൊക്കെ കൂടിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്ന രീതിയിലേക്ക്, നാണം കെട്ട വാദം പറയുന്ന രീതിയിലേക്ക് ഈ രാജ്യം എത്തപ്പെട്ടു. അത് നമ്മുടെയൊക്കെ ദുര്യോഗമാണ്. അത് ഒരു പരിധിവരെ നമ്മുടെയൊക്കെ ഒരു പരാജയം കൂടിയാണ്. പക്ഷേ ഇന്നും ഇവർക്കെതിരെ സംസാരിക്കാൻ നമ്മളെപ്പോലെ കുറേ ആളുകൾ ഈ രാജ്യത്ത് അവശേഷിക്കുന്നത് അത് ഒരു നല്ല ലക്ഷണം കൂടിയാണ്. ഞാൻ ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ മോദി പ്രസംഗിച്ച ചെങ്കോട്ട അത് നിർമ്മിച്ചത് മുഗൾ രാജാവാണ്. ആ ചെങ്കോട്ടയിലെ ആഘോഷങ്ങളും പ്രസംഗങ്ങളും തുടങ്ങിയത് മുഗൾ രാജാക്കന്മാരുടെ സമയത്താണ്. അപ്പോൾ മുഗൾ രാജാക്കന്മാരുടെ കാലത്തുണ്ടായ ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് മോദിക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു പല മുഗൾ രാജാക്കന്മാരുടെയും ശവകുടീരം പൊളിക്കുന്നത് പോലെ ചെങ്കോട്ടയും നാളെ ഇവർ പൊളിക്കുമോ എന്നും കൂടി ഒരു സംശയം എനിക്ക് BJPക്കാരോട് ചോദിക്കാറുണ്ട്. ഇനി ഒരു കാര്യം, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കേട്ടത് ബിജു നായർ പറഞ്ഞത് മോദി പ്രധാനമന്ത്രിയായത് RSS പദ്ധതി മൂലമാണ്. 100% താങ്കൾ പറഞ്ഞത് ശരിയാണ്. RSSന്റെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനത്തിലൂടെ, പലവിധ പ്രവർത്തനത്തിലൂടെ. താങ്കൾ അവസാനം പറഞ്ഞൊരു വാദമുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന
ചില അഴിമതി ആരോപണങ്ങളുടെ കാര്യമൊക്കെ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് സകല ഭരണഘടനാ സ്ഥാപനവും നരേന്ദ്രമോദിയുടെ ആശയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അന്ന് നിങ്ങൾ ഉയർത്തിയ ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാനോ ഒരാളെ പോലും ശിക്ഷിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇനി അത്തരത്തിലുള്ള കുറെ മാസ്റ്റർ പ്ലാനിലൂടെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് RSS ആണെന്നുള്ള വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഈ 100 വർഷത്തിനിടയിൽ നിങ്ങൾ നടത്തിയ സേവനത്തെയും ത്യാഗത്തെക്കുറിച്ചും പറയരുത്. അത് നാണംകെട്ട വാദമാകും. നിങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട സേവനം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് 76 വയസ്സുള്ള ഒരു വയോവൃദ്ധന്റെ പടുവൃദ്ധന്റെ ഇടനെഞ്ചിലേക്ക് 10-79 വർഷം മുമ്പ് വെടിയുണ്ട വായിച്ചതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സേവനം, അല്ലേ? അന്ന് അതിന്റെ പേരിൽ മധുര പലഹാരം വിതരണം ചെയ്തതും സന്തോഷ നൃത്തം നാടിയതുമാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സേവനം. നിങ്ങൾ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ഈ രാജ്യത്തിന്റെ നിർമ്മിതിയുടെ ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര പോരാട്ട ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അറിയാതെ നിങ്ങൾ നടത്തിയ ഒരു ജാഥയുടെ പേരിൽ കാലിൽ ഒരു മുള്ളു കൊണ്ടതിന്റെ ചരിത്രം RSS കാരനോ ഹിന്ദു മഹാസഭകാരനോ നിങ്ങളുടെ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ? ഒന്നുമില്ലാതെ ഇന്ന് 100 വർഷത്തിന് ശേഷം പാഠപുസ്തകങ്ങൾ മാറ്റിയെഴുതുന്നു, ചരിത്ര പുസ്തകങ്ങൾ മാറ്റിയെഴുതുന്നു, അതിലൊക്കെ അപനിർമ്മിതികൾ നടത്തുന്നു. അതിനുശേഷം ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 14, 10, 11 വർഷത്തിനുള്ളിൽ ജനിച്ച ആളുകൾ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, തീവ്ര സംഘപരിവാറുകാർ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് കട്ടെടുത്ത് ജയിച്ചാലും അത് നിങ്ങളുടെ യഥാർത്ഥ വിജയമാണെന്ന് വിശ്വസിക്കുന്ന കുറെ മൂഢസ്വർഗത്തിലുള്ള ആളുകൾ വിശ്വസിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ദേശസ്നേഹികൾ, യഥാർത്ഥ മതേതര വിശ്വാസികൾ, ഈ രാജ്യത്തെ ഭരണഘടനയോട് കൂറും ആത്മാർത്ഥതയും അവസാന ശ്വാസം വരെ ഉണ്ടായിരിക്കുന്ന മനുഷ്യർ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് ശരിയാണെന്ന് മറ്റാരും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. ഇനി ഒരു കാര്യം കൂടി, കോൺഗ്രസ് പിളർന്നിട്ടുണ്ട് ബിജു, ഒരുപാട് വട്ടം പിളർന്നിട്ടുണ്ട്. കോൺഗ്രസ് പിളർന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ലോകത്തെ ഏത് സംവിധാനവും ഏത് പാർട്ടിയും പിളരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കൂടിയാണ് അർത്ഥം. അതിൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ഉണ്ടെന്ന് കൂടിയാണ് അതിന്റെ അർത്ഥം. പിളർപ്പുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഡെമോക്രാറ്റിക് പ്രാക്ടീസും ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. RSSൽ എന്ത് ഡെമോക്രസിയാ ഉള്ളത്? RSSൽ എന്ത് ഡെമോക്രസിയാ, എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത്? RSSന്റെ മോഹൻ ഭഗവത് പറയുന്നതിനെതിരായിട്ട് ഒരു മുരടനക്കാൻ ശേഷിയുള്ള ഒരാളെങ്കിലും RSSൽ ഉണ്ടോ? അപ്പൊ ഇല്ലല്ലോ. അപ്പൊ ഡെമോക്രസി ഇല്ലാത്തടത്ത് ഏകപ്പെട്ട ഒരു നേതാവുണ്ട്, ഞങ്ങൾ പിളർന്നില്ല, 100 വർഷമായിട്ട് ഈ രാജ്യത്ത് വിദ്വേഷവും വിഷവും പടർത്തി ഞങ്ങളൊരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അതൊരു വലിയ നേട്ടമായിട്ട് പറയരുത്. ഇനി അടുത്ത 10 വർഷം ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് ബിജു പറയുന്നു. കഴിഞ്ഞ 10 വർഷം ഉണ്ടായ നേട്ടത്തെക്കുറിച്ച് പറയണം, എണ്ണി പറയണം. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ എത്രയാ? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എത്രയാ? 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും എത്രയാ വില? ഒരു ഗാർഹിക സിലിണ്ടറിന്റെ വില എത്രയാ? വിലക്കയറ്റ തോത് എങ്ങനെയാണ്? ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം എന്താണ്? പട്ടിണിയുടെ അവസ്ഥ എന്താണ്? തൊഴിലില്ലായ്മ എത്രയാണ് നിരക്ക്? ഇതിനെ അഡ്രസ് ചെയ്യണം. ഏത് രീതിയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോയത്? RSS 100 വർഷക്കാലം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം കാലവും നിങ്ങളുടെ ഭരണകാലമായിരുന്നു. അന്ന് പക്ഷേ RSSന് പ്രയാസമൊന്നുമില്ലാതെ പ്രവർത്തിച്ചു വരാൻ കഴിഞ്ഞു എന്ന വിമർശനത്തെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബിജു നായർ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളിലൊന്ന്, ഇന്ദിരാഗാന്ധി RSSനെ പുകഴ്ത്തിയിട്ടില്ലേ, അംഗീകരിച്ചിട്ടില്ലേ? രാജീവ് ഗാന്ധി അതിനെ അംഗീകരിച്ചിട്ടില്ലേ എന്ന മറ്റുള്ള ചോദ്യമൊക്കെ അപ്പുറത്തുനിന്ന് വന്നേക്കാം, സ്വാഭാവികമായിട്ടും വരും. രണ്ടാമത്തേത് RSSന്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന സംഗതിയൊക്കെ എന്തായാലും നമ്മൾ കണ്ടതല്ലേ? പ്രോജക്റ്റുകൾ 92 പ്രോജക്റ്റ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സംഘപരിവാറിന്റെ നേതാക്കന്മാരെ എപ്പോഴും അവർക്ക് എന്തൊക്കെയോ വാലിഡിറ്റി ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തും. ഹലോ, ഞാൻ കേൾക്കുന്നു. ഹലോ ജിൻഡോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് താങ്കൾ കേൾക്കാൻ പറ്റില്ല. വേഗം കണക്ട് ചെയ്യാം താങ്കളുടെ ഫോണിലേക്ക് തിരിച്ചു വരാം. അവരെന്നും എൻഡോഴ്സ് ചെയ്ത് പറയുന്നത് ഗാന്ധി അങ്ങനെ വന്നില്ലേ, ഗാന്ധി ശാഖ സന്ദർശിച്ചില്ലേ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നിലപാടെടുത്തില്ലേ എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുമ്പിൽ മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നവരാണോ? ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നവരാണോ? നെഹ്റുവിനെ അംഗീകരിക്കുന്നവരാണോ? ആണെങ്കിൽ നിങ്ങൾ പറയണം. ശരി, ഞാൻ വരാം. ശ്രീ ലാൽകുമാർ, ഇവിടെ നരേന്ദ്രമോദി ഈ ഒരു സവിശേഷമായ ഒരു പിക്ക് നടത്തുകയാണ്. അദ്ദേഹം RSSനെ കുറിച്ച് നല്ല ചില വാക്കുകൾ പറയേണ്ടതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയും ഈ വിഷയം തെരഞ്ഞെടുക്കുകയും RSSനെ പ്രത്യേകമായി രാജ്യനിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ളവരായി അവതരിപ്പിക്കുകയും ചെയ്തു. മോദി പറയുന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല. മോദിയുടെ പ്രസംഗങ്ങൾ കേട്ടും നമുക്ക് പുതുമകൾ പലതും തോന്നും, അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ RSS പരാമർശത്തിന് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? നിശ്ചയമായും ഇവിടെ നോക്കൂ, ചരിത്രപരമായ കാര്യങ്ങൾ ഒരുപാട് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇന്ത്യ ഇപ്പം RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷമായെങ്കിൽ അതിൽ ആദ്യത്തെ 25 വർഷം കോൺട്രിബ്യൂഷൻ 0 എന്ന് ഏതാണ്ട് നമ്മളൊരു കൺസെൻസസിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഒരു രാജ്യത്ത് ഒരു സംഘടനയുടെ ആവശ്യം എപ്പോഴാണ് വരിക? പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുമ്പം അപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കെതിരെ നിൽക്കില്ല, അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ നിൽക്കില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ
ചായ്വുള്ള ഒരു അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ കോൺട്രിബ്യൂഷൻ വാസ് ഫോർ ദ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നു. ആ ഭരണഘടനയ്ക്ക് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാനങ്ങളുണ്ട്. അതിനകത്ത് സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ എന്താണ് ഇവർ ചെയ്തത്? സത്യത്തിൽ ഈ പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടൻ അനുവർത്തിച്ചു കൊണ്ട് വന്നിരുന്ന നിയമം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കൃത്യമായി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു സർക്കാർ അവർക്കുണ്ടായത് ഈ പറയുന്ന സമയങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. വാജ്പേയി പോലും ഇപ്പം നോക്കൂ, വാജ്പേയി എത്ര മെച്ചമായിട്ടാണ് ഭരിച്ചതെന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് വന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പറയും മോഡി വളരെ നന്നായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു പറയും. കാര്യം വെച്ചാൽ നമ്മൾ കാണാൻ പോകുന്ന അടുത്ത യോഗിയെ പോലുള്ള ആൾക്കാരെയാണ്. അങ്ങനൊരു രാഷ്ട്ര സങ്കല്പത്തിൽ കൂടാണ് ഇവർ പ്ലേസ് ചെയ്യുന്നത്, ഇവർ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഭീകരമായ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ് സത്യം. ഇനിയും ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇത് ചരിത്രപരമായ ഒരു കാര്യം മാത്രമേ, ചരിത്രപരമായ ഒരു കാര്യമേ അല്ല. നോക്കൂ, മോഡി RSSന്റെ ചരിത്രം മനസ്സിലാക്കി ഓരോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണെന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വരാൻ പോകുന്നൊരു ബാർ. വാട്ട് ഈസ് എ ബാർ? അറ്റ് ദ ഏജ് ഓഫ് 75 യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഓഫീസ്. ഇതാണ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺസെൻസസ്. അതിപ്പോൾ മോഡി തന്നെ ആദ്യം കുറച്ച് പേരെ മാറ്റാനായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ മോഡിക്ക് അതേ കണ്ടീഷൻ അദ്ദേഹം കോൺഫ്രണ്ട് ചെയ്യുന്നൊരവസ്ഥ വരികയാണ്. ഇപ്പോൾ സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് 75 വയസ്സാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് RSSന്റെ സർസംഘചാലക് പറഞ്ഞു 75 വയസ്സിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞു. അത് ആർക്കെതിരെയാണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഇപ്പോൾ ഒരു തർക്കിക്കേണ്ട കാര്യം പോലുമില്ല. മോഡിയെ ഉന്നം വെച്ചാണ് അദ്ദേഹം 75ന്റെ കാര്യം പറഞ്ഞത്. ഇപ്പം RSS എന്നല്ല, BJPക്കാർ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു രീതി, 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് പല സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. നോക്കൂ, നമ്മൾ ഒരു ലാർജർ പ്ലെയിനിൽ കോൺഗ്രസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ നമ്മൾ എതിർത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തെ ഞാൻ എതിർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഫുൾഫിൽമെന്റ് ആണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഓരോ ഘട്ടത്തിലും സിലബസ് മാറ്റുന്നു, ഇവർ വലിയൊരു വീരന്മാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു, വീരസവർക്കറിനെ തന്നെ വിളിക്കുന്നു. ആ അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നതിന് കാരണം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരാൻ വന്ന പോയിന്റ്, ഇവിടെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻ ഭഗവത് കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. മോഹൻ ഭഗവത്തൊക്കെ 2014 ശേഷം RSS എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. RSS പണ്ട് അദ്വാനി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകുമോ ഇല്ലയോ എന്ന് വെച്ചാൽ RSSന്റെ നാഗ്പൂരിലേക്ക് അദ്വാനി ഓടുവാണ്. കഴിഞ്ഞ 2014 കഴിഞ്ഞ് എന്നാൽ 2019 ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചതാരാ? BJP-യാ. അതിനകത്ത് RSSന് ഒരു റോളില്ല. 2024 ആരാ തീരുമാനിച്ചത്? BJP-യാണ്. അതിനകത്ത് നഡ്ഡ പറഞ്ഞു, അന്ന് നഡ്ഡ പറഞ്ഞത് എന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു RSS എന്ന് പറയുന്നതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയായി ആണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം RSSന്റെ ഒരു ലോക്കസിലല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതിനകത്ത് നമുക്ക് അവരുടെ ആവശ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. അത് RSSന്റെ കേഡറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, അവർക്ക് ഒരു ഭയങ്കര വിഷമമായെന്നൊരു അവസ്ഥയാക്കി അത് മാറ്റി. കാരണം എന്താ? നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം RSS എന്ന് പറയുന്ന സംഘടന, അവർക്ക് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും RSSനെക്കാട്ടിലും വലിയ RSSകാരനാകുന്ന, RSS പറയുന്നതിനെക്കാട്ടിലും വലിയ ഹിന്ദുത്വം പറയുന്ന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് ഏറ്റവും നല്ലത് ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയുക എന്ന് മോഡിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ പറയുന്ന BJP-യെക്കാട്ടിലും RSSനെക്കാട്ടിലും ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിലേക്ക് ഒരു വലിയ ഫിഗറായി അദ്ദേഹം മാറി, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ഹാർട്ട്ലാൻഡിലെങ്കിലും മാറി എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം ആ കാര്യത്തിൽ മെച്ചപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. നോക്കൂ, BJP-യുടെ ദേശീയ അധ്യക്ഷനെ ഞാൻ ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തത്തില്ല. BJP-യുടെ ദേശീയ അധ്യക്ഷനെ ഇപ്പം തീരുമാനിക്കാത്തതിന് കാരണം എന്താ? RSSുമായി അവിടെ ഒരു തർക്കം ഉള്ളതുകൊണ്ടാണ്. നഡ്ഡ മാറി മറ്റൊരാളവിടെ വരണം എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ആ അധ്യക്ഷ കസേര യഥാർത്ഥത്തിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് RSSും മോഡിയും തമ്മിൽ ഒരു കൺസെൻസസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് കാരണം എന്താ? കൺസെൻസസ് വരാത്തതിന് കാരണം എന്താ? 2020 അദ്ദേഹത്തിന് പൂർണ്ണമായ
അല്ലെങ്കിൽ മെജോറിറ്റി കിട്ടാത്ത ഒരവസ്ഥ വന്നു. അപ്പം ഒരു ചെറിയ ലീവേ, ഇപ്പൊ ഈ മോഹൻ ഭഗവത്തൊക്കെ വായിൽ നാക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ 2024 മോഡി തോറ്റ ശേഷമാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിനു മുമ്പ് മോഡിക്കെതിരെയോ അല്ലെങ്കിൽ 75-ന്റെ പീരീഡിനെ കുറിച്ചോ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിനെ കുറിച്ചോ മോഹൻ ഭാഗവത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കേൾപ്പിക്കാവോ? ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹം അത്രത്തോളം ഒരു പൊളിറ്റിക്കലി വീക്ക് പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പൊ അദ്ദേഹം RSS എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ സർസംഘചാലകന് ചാലകന് ഒരു പൊളിറ്റിക്കൽ ലീവ്, ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടണമായിരുന്നു. കിട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ RSS ഇത്രയും കാലം രാജ്യത്ത് പ്രവർത്തിച്ചു. RSSന് അങ്ങനെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പക്ഷെ അധികാരം സ്വന്തമാക്കാൻ പറ്റിയില്ലോ. ഇത്ര വിപുലമായ തോതിലുള്ള അധികാരം, ഇത്ര പ്രഭാപൂരിതമായ അധികാരം സ്വന്തമാക്കാൻ അവർക്ക് പറ്റിയില്ല ഈ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ. മോദി അദ്ദേഹത്തിന്റെ ലബോറട്ടറി എക്സ്പെരിമെന്റ്സിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ലേ ഈ അധികാരം? അതിൽ മോദിക്ക് സവിശേഷമായ പങ്കും മോദിയുടെ ഒരു പേഴ്സണൽ കരിസ്മയും പ്രധാനപ്പെട്ടതാണല്ലോ ഹിന്ദുത്വ ഹാർട്ട്ലാൻഡിൽ. അതുകൊണ്ട് മോദിയെ അങ്ങോട്ട് എടുത്ത് പെട്ടെന്ന് മാറ്റിക്കളയാം, എന്നിട്ട് ഇഷ്ടമുള്ള ആരെങ്കിലും വെച്ച് കളയാമെന്ന് നാഗ്പൂർ ചിന്തിക്കുന്ന കാലമൊക്കെ, ആ കാലത്തെയൊക്കെ മോദി അമിത്ഷായും മറികടന്നില്ലേ ലാൽകുമാർ? ആ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാനതാ പറഞ്ഞ RSS പറഞ്ഞാല് അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞത് നിഷാദ് പറഞ്ഞ അതേ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അദ്വാനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണോ വേണ്ടായോ എന്ന് തീരുമാനിച്ച RSS ആണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന RSS അല്ല, അത് മോഡിയാണ്. അതാ പറഞ്ഞ RSS എന്ന് പറയുന്ന ഒരു സംഘടന മോഡിയുടെ മുന്നിൽ, BJP എന്ന് പറയുന്ന ഒരു സംഘടന മോഡിയുടെ മുന്നിൽ വളരെ വീക്കായി. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ചത്, അപ്പോഴും RSSന് കഴിഞ്ഞ ആദ്യത്തെ 10 വർഷം ഇല്ലായിരുന്ന ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയത് എപ്പം എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് മെജോറിറ്റി കിട്ടാത്തൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ RSSന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയത്. നിങ്ങൾ ഈ പറയുന്ന സെൻസേഷണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഏത് തന്നെ എടുത്തു, കഴിഞ്ഞ 10 വർഷമായിട്ട് BJP അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ഒരു തർക്കമില്ലായിരുന്നല്ലോ. ഉണ്ടോ? തർക്കം തുടങ്ങിയത് എപ്പോഴാണ്? 2024 ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴാണ് BJP അധ്യക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, 75-യുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദി ഇരിക്കുന്നതെങ്കിൽ പറയത്തേയില്ല. അല്ല ലാൽകുമാർ കേൾക്കുന്നത്, അല്ല ഈ ഹിന്ദുത്വ പരിവാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സെല്ലിംഗ് പോയിന്റ് എന്ന പൊസിഷനിൽ നിന്ന് മോദി മാറിയിരിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അതൊക്കെ നോക്കൂ, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ BJP വോട്ടേഴ്സായ 4 പേരോട് ചോദിച്ചാൽ മോഡി വാസ് ദ ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് കൂടുതൽ പേരും. 4 പേരോട് ചോദിച്ചാൽ 3 പേരോ മറ്റോ പറയുമായിരുന്നു. ഇപ്പം അത് 2 മറ്റോ കുറഞ്ഞിട്ടുണ്ട്. മോഡിയുടെ സെല്ലിംഗ് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് രാജ്ദീപ് സർദേശായി ഒരു വീഡിയോ തന്നെ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് സംശയമില്ല. പക്ഷേ ഇപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പോയിന്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരാൾ നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷെ നരേന്ദ്രമോദിയുടെ വാല്യൂ അപ്പായി നിൽക്കുമ്പം RSSന്റെ സ്കോപ്പില്ല എന്നുള്ളൂ, സംഘടനാപരമായ സ്കോപ്പില്ല. കാര്യം RSS എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെയൊക്കെ അപ്പൂപ്പനായി നിന്ന് മോഡി ഇതെല്ലാം ചെയ്യുകയാണ്. നോക്കൂ, മോഡി ചെയ്യുന്ന പ്രവൃത്തി RSS വിരുദ്ധ പ്രവൃത്തി എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. RSS എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കാട്ടിലും ഒരു ആക്സെൻച്വേറ്റഡ് മാനറിൽ മോഡി ചെയ്യുന്നത് വഴി RSSന്റെ രാഷ്ട്രീയത്തിനെക്കാട്ടിലും ഭീകരമായ രാഷ്ട്രീയം മോഡി തന്നെ നടപ്പാക്കി RSSന്റെ വാല്യൂ റദ്ദാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് RSSന്റെ രാഷ്ട്രീയം അല്ല മോഡി കളിക്കുന്നതെന്ന് വിചാരിക്കല്ലേ. സംഘടനാപരമായ സുപ്രീമസിയെ മറികടക്കുന്ന ഒരു വ്യക്തിപ്രഭാവമായി മോദി മാറിയത് RSSന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന പോയിന്റാണ്. രണ്ടുപേരും ഒരേ നയത്തിൽ തന്നെ സഞ്ചരിക്കുന്നു, ഒരേ ആശയ പദ്ധതികളിൽ, ഒരേ പ്രവർത്തന പരിപാടികളിലാണ് പോകുമ്പോഴും മോദി ഒരു ഏകരൂപിയായി സഞ്ചരിക്കുന്നു എന്നുള്ള പ്രശ്നം അദ്ദേഹം പറയുകയാണ്. അല്ല ജിൻഡോ, നിങ്ങൾ കാണുന്ന അങ്ങനെയാണോ? അതായത് 75-ാം വയസ്സിൽ മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന ഭയപ്പാടിൽ മോദി ഇപ്പോഴേ RSSനെ പ്ലീസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം നാഗ്പൂരിൽ പോകുന്നു, ഇവിടത്തെ പ്രസംഗത്തിൽ RSSനെ പ്രകീർത്തിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അതിനാണോ? അതോ 100-ാം വർഷത്തിൽ RSSന്റെ പ്രോജക്റ്റിന്റെ കാര്യകർത്താവായി അദ്ദേഹം നിന്നുകൊടുക്കുന്നു, അവരെല്ലാവരും ഒരേ മനസ്സിൽ പോകുന്നു, അങ്ങനെയാണോ? ഏതാണ് നിങ്ങളതിൽ കാണുന്ന പോയിന്റ്? അല്ല, ഞാൻ വിചാരിക്കുന്നത് ലാൽകുമാർ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ RSS ആണ് മോദിയെ നിർമ്മിച്ചത്. RSSന്റെ ഫാക്ടറിയിൽ വിരിയിച്ചെടുത്ത ഒരു സംഘപരിവാർ കുഞ്ഞു മാത്രം മോദി. ഈ RSSന്റെ പാടത്ത് വെച്ച ഒരു കോലമാണ് മോദി.
മോദിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഒറ്റ ഉദാഹരണം മാത്രം എടുത്താൽ മതി. 11 വർഷമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ രാജ്യത്തെ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു ധൈര്യമില്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും RSSന്റെ പ്രോഡക്റ്റ് എന്നുള്ള ലേബലിൽ തന്നെയാണ് ഇവിടം വരെ എത്തിയതിന് ശേഷം നരേന്ദ്രമോദി എന്തൊക്കെയാണ് എന്ന് അവർ വലിയ PR എക്സസൈസ് നടത്തുകയും അത് കേട്ട് കുറേ ആളുകൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതിനപ്പുറം ഇപ്പോൾ RSSന്റെ മേധാവി പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിർദ്ദേശമൊക്കെ തന്ന് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന അത് വന്നപ്പോൾ ഒരു ചെറിയ പേടി വന്നപ്പോഴാണ് RSSനെ പുകഴ്ത്തുന്നു, RSSന്റെ കാര്യാലയത്തിൽ സന്ദർശനം നടത്തുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് RSSനെ പുകഴ്ത്തുന്ന മോദിക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നാണ്. അതിന്റെ ഭാഗമാണ് അധികാരം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS ഈ രാജ്യത്ത് വലിയ സേവനം നടത്തിയിട്ടുണ്ട്, ത്യാഗം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. RSS നടത്തിയ ഏറ്റവും വലിയ ത്യാഗവും സേവനവും ഗാന്ധിയെ കൊന്നു എന്നുള്ളതിന് അതിന് ഗാന്ധി വധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആശയം രൂപീകരിച്ചു എന്നുള്ളതാണ്. RSS നടത്തിയ ഏറ്റവും വലിയ സേവനം ബാബറി മസ്ജിദ് തകർത്തു എന്നുള്ളതാണ്. മക്ക മസ്ജിദും സംജോത എക്സ്പ്രസിലൊക്കെ അക്രമം നടത്തുകയും ഗുജറാത്ത് കലാപത്തിന് ദീപകരിയൊക്കെ ചെയ്തതാണ് RSS നടത്തിയ വലിയ ത്യാഗവും സേവനവും ഒക്കെ. അങ്ങനെ ഈ രാജ്യത്ത് കലാപകലുഷിതമായ 10-75 വർഷക്കാലം സംഭാവന ചെയ്തുകൊണ്ട് വർഗീയ കലാപങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ നടത്തിയ ഏറ്റവും വലിയ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ രാജ്യ നിർമ്മിതിയിലോ അതിനുശേഷം രാജ്യത്തിന്റെ വികസന സങ്കല്പങ്ങളിലോ ഒരു അറ്റത്ത് പോലും അവരുണ്ടായിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബിജു നായർ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത്, അതിന്റെ ഡ്രാഫ്റ്റിംഗ് സമയത്ത്, അത് അംഗീകരിക്കുന്ന സമയത്ത് ഇത് വൈദേശികമായ ഭരണഘടനയാണ്, ഇതിൽ ഭാരതീയമായ ഒന്നുമില്ല, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇവര് മൂവർണ്ണക്കൊടി അംഗീകരിക്കാൻ പറ്റില്ല, ഭഗവത് ധ്വജമാണ് വേണ്ടത്, 3 എന്നുള്ള നമ്പർ പോലും അപശകുനമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച RSS ഇന്ന് മൂവർണ്ണക്കൊടി ഉയർത്തുന്നു, ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു പറയുന്നു. എനിക്ക് ഒറ്റ ചോദ്യമുണ്ട്, RSSന്റെ ഭരണഘടന ഈ ചാനൽ ചർച്ച തീരുന്നതിന് മുമ്പ് ബിജു നായർക്ക് നമുക്ക് തരാൻ പറ്റുമോ? RSSന്റെ ഭരണഘടന ബിജു നായർ കണ്ടിട്ടുണ്ടോ? മറ്റാരും കാണാത്ത, നമ്മളെപ്പോലെ മറ്റാർക്കും കാണാൻ കിട്ടാത്ത ഈ RSSന്റെ ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? നാട്ടിലെ ആളുകൾക്ക് പറയണമല്ലോ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിഘാതമായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ നടപ്പാക്കുന്നു, നിങ്ങൾ RSSന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ RSSന്റെ ഭരണഘടനയിൽ എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാനുള്ള സാമാന്യ അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് RSS വലിയ സേവനം നടത്തി എന്ന് പറയുമ്പോൾ ഈ RSSന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന RSSന്റെ ഭരണഘടന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് കിട്ടണ്ടേ? അവർക്കൊന്ന് കാണണ്ടേ? അതിൽ എന്താ നിങ്ങൾ സ്വയം സവർക്കർ സംഘടനയാണ്, രാഷ്ട്ര നിർമ്മാണ പദ്ധതിയിൽ പങ്കാളിത്തമുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ RSSന്റെ പരിപാടി എന്താണ്? ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയാലോ. RSSന് ഭരണഘടന ഉണ്ടെങ്കിൽ അത് കഴിയില്ല. RSS കഴിഞ്ഞ ദിവസം RSSന്റെ മുഖമാസികയായ ഓർഗനൈസറിൽ അമേരിക്കയെക്കുറിച്ച് ലേഖനം വന്നിട്ടുണ്ട്. അമേരിക്ക സാമ്രാജ്യത്വ ശക്തിയാണ്, അവർക്ക് വേറെ ചില പദ്ധതികളാണെന്ന്. അതിന് മുമ്പ് RSSകാരുടെ സമീപനം അമേരിക്ക ട്രംപ് ഗംഭീരമാണെന്നായിരുന്നു. അപ്പോൾ ഇപ്പം CPIM-നെ പോലുള്ള പാർട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഓരോ പാർട്ടി കോൺഗ്രസിലും അവതരിപ്പിക്കുന്ന കരട് രേഖ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന നയം, ഭരണഘടന കോൺഗ്രസിനൊക്കെ ഉണ്ട്. ഈ RSSന് ഭരണഘടന ഉണ്ട്, താങ്കൾ വായിച്ചിട്ടുണ്ടോ? അല്ല, ചോദ്യം എന്നോടാണോ? യെസ്. അതെ, ഇവിടെ ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഭരണഘടന ഉണ്ടാക്കുന്നതിൽ, ദേശീയ പതാക സെലക്ട് ചെയ്യുന്നതിൽ എല്ലാം വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നവർ തന്നെയാണ്. പക്ഷേ അവരുടെ തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് ഇന്നവർ തോറ്റ് തുന്നമ്പാടി ആകെ കൂടെ തകർന്ന് തരിപ്പണമായി ഇന്ന് ഒരു സൈഡിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കിന്ന് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്തതും. അങ്ങനെ RSSും BJPയും ശക്തിയാർജിച്ച് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ സൈഡിൽ നിന്ന് ഇതുപോലെ കരയുന്ന ഒരു അവര് തോറ്റു തുടങ്ങിയതുപോലെ നിങ്ങളും തോറ്റു തുടങ്ങിയില്ലേ? നിങ്ങൾ 2 തവണ വലിയ ഒറ്റകക്ഷിയായിരുന്നു, നിങ്ങൾ ഇപ്പൊ കൂടിച്ചേർന്നല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ കുറഞ്ഞില്ലേ? ചോദിക്കട്ടെ, അവര് തോറ്റു തുടങ്ങിയതുപോലെ നിങ്ങളും തോറ്റു തുടങ്ങിയില്ലേ? ഈ ചുരുങ്ങിയതിന്റെ കണക്കാണ് പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കൂട്ടിയല്ലേ ഭരിക്കുന്നത്. ഇപ്പോ അവർക്ക് 100 MP-മാരുണ്ട്, ചെറിയ കാര്യമല്ല, രാജ്യത്ത് 100 MP-മാർ. അതുപോട്ടെ, ഞാൻ ചോദിക്കുന്നതല്ല, RSSന്റെ സാംസ്കാരിക മേന്മയെ കുറിച്ച് പറയുമ്പോൾ അതെന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയുണ്ട്. കാരണം പണ്ട് നിരോധനം നീക്കാൻ ഭരണഘടന ഉണ്ടായേ മതിയാവൂ എന്ന് സർക്കാർ നിബന്ധന വെച്ചു. അതുകൊണ്ടൊരു ഭരണഘടന ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, RSSനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാനിത് മനസ്സിലാക്കിയത് RSSന്റെ പ്രസക്തി ഈ ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ വരുവാൻ മാത്രമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കറിയാം. RSSന്റെ പ്രസക്തി അറിയണമെങ്കിൽ RSS എന്താണെന്ന് മനസ്സിലാക്കണം. RSS എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. RSS വലിയ സംഘടനയാണോ താങ്കൾ പറയുന്നു, മോദിയും പറയുന്നു. RSS വലിയ സംഘടനയാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ പോലും അതിന്റെ മെമ്പർഷിപ്പിന്റെ കണക്ക് നോക്കണം. അതുപോലും ഇല്ല. നിങ്ങൾ പറയുന്നു RSS വലിയ സംഘടനയാണെന്ന്, അതിന് കണക്കൊന്നുമില്ല.
RSS സാംസ്കാരിക സംഘടനയാണ് നിങ്ങൾ പറയുന്നു. അതിന്റെ ഭരണഘടന നമ്മളാരും കണ്ടില്ല. ഇതൊക്കെ ഒരു അവകാശവാദം പോലെ പറയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് ഇതിനൊക്കെ വല്ല അല്ല NGO എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കണക്കും തൊപ്പിയൊക്കെ വേണ്ടേ? കണ്ണടച്ചിരുട്ട് അതാണ് ഈ കണ്ണടച്ചിരുട്ടാക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ചികിത്സയും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതിൽ മിക്ക ആളുകളും RSS ആണെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് കള്ള വോട്ട് ചെയ്താണ് BJP ജയിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണെങ്കിൽ ഉറക്കം അടിച്ചു കിടക്കുകയാണെങ്കിൽ അവരെ ഉണർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, ഈ ബാഡ് വർക്ക്സ്മെൻ ദേ ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് പറയുന്നത് പോലെ ഇന്ന് തങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ വീണ്ടും അല്ല ബിജു നായരുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ജിൻഡോയ്ക്ക്, അതിനുശേഷം ഇപ്പൊ BJPക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ വളരെ വ്യക്തമായി പറയാണ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്ലീസ്. തീർച്ചയായും. ഓക്കെ, താങ്കളോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ മറ്റു രാഷ്ട്രീയ വിമർശനങ്ങൾക്കുള്ള മറുപടി ഞാൻ പിന്നെ അവസരം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞോളൂ. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. താങ്കൾ RSSന്റെ ഭരണഘടന കണ്ടിട്ടുണ്ടോ? RSSന് മെമ്പർഷിപ്പ് ഉണ്ടോ? ഇത്ര ലക്ഷം മെമ്പർമാരുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് ഉള്ള ആളുകളെ താങ്കൾ കാണിച്ചു തരാമോ? മെമ്പർഷിപ്പ് ഫോം ഉണ്ടോ? RSSന്റെ ഭരണഘടന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമോ? എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒറ്റ ചോദ്യം. അതെ, ഈ ഒരൊറ്റ ചോദ്യം തന്നെ വന്നിരിക്കുന്നത് RSS എങ്ങനെയുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ RSSന്റെ ഒരു പ്രവർത്തകൻ അല്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, RSS ശാഖയിൽ ഞാൻ പോയാൽ അവിടെ ഒരിടത്തും എഴുതി വെക്കേണ്ട കാര്യമില്ല, RSSന് ഒരു ID കാർഡുമില്ല, എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് ആ ഒരു പരിസരത്തുള്ള ആർക്ക് വേണമെങ്കിലും RSS ശാഖയിലേക്ക് നടന്നു കയറി ചെന്ന് അവിടെ പ്രവർത്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത്ര തുറന്ന ഒരു മനസ്സാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ഇതൊരു രഹസ്യമല്ല ഞാൻ പറയുന്നത്. RSSന്റെ നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ ആളുകളെയും ചേർത്തിട്ട് അവരെ ഭരണഘടന കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് സമ്മതമാണോ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യൂ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ID കാർഡ് തരുന്നു, അങ്ങനെ നാളെ തൊട്ട് നിങ്ങൾ RSS പ്രവർത്തകനാകുന്നു, നാളെ തൊട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള സങ്കുചിതമായ ഒരു ഓർഗനൈസേഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ വ്യവസ്ഥ എന്നാണ് പറയുക. ഏത് ആശയത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വ്യവസ്ഥ, അല്ലാതെ എപ്പോഴത്തെയും കളം നോക്കി എന്തും പ്രവർത്തിക്കാം, ഏത് നൈതിക വിരുദ്ധമായ പണിയും എടുക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല ബിജു നായർ, അതിന്റെ അർത്ഥം ഭരണഘടനാപരമായ കെട്ടുപാടുകളൊന്നുമില്ല, ഏത് കളിയും കളിക്കാം, എങ്ങോട്ടേക്കും ഒഴുകാം, ഏത് വിഷവാചകവും പറയാം എന്ന പ്രശ്നമുണ്ട്. വേറെ ഇപ്പൊ കോൺഗ്രസിനോടായാലും CPM-നോടായാലും നമുക്ക് ഈ പല ചോദ്യങ്ങളും ചോദിക്കാൻ കഴിയുക, നിങ്ങൾക്കൊരു നയരേഖ ഉണ്ടല്ലോ, ആ നയരേഖയ്ക്ക് പുറത്തുകൂടിയാണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ചോദിക്കാം. നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നയരേഖ തന്നെയും ഇല്ല. നിങ്ങളുടെ നയരേഖ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എഴുതി വെച്ചിട്ടില്ല. പണ്ടൊരു നയരേഖ ഉണ്ടാക്കി ഭരണഘടന, അത് നിരോധനം മാറ്റാൻ വേണ്ടിയായിരുന്നു, അത് പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിടാത്തതിന്റെ കാരണം എന്താണ്? പണിയെടുക്കേണ്ടത് വേറെയാണെന്ന് നല്ലപോലെ RSSന് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എന്ന് പറയണമെങ്കിൽ അതിന് കണക്ക് വേണം, അത് നിങ്ങളുടെ അവിടെ ഇല്ലതാനും. അല്ലെ, ഇപ്പൊ അവിടെയാണ് വളരെ കൃത്യമായി ഇത്ര ശാഖകളുണ്ട് എന്നുള്ളതിന് ഇവിടെ ഡോക്യുമെന്റേഷൻ കാണിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി താങ്കളെപ്പോലെയുള്ള മീഡിയ ആങ്കറുകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് ഫ്രെയിം ചെയ്ത് വെച്ച് അതിൻ്റെ മേലൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തൊന്നും പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവും RSSന് ഇല്ല എന്നുള്ളതാണ് RSSന്റെ ഏറ്റവും വലിയ ശക്തി. ജനങ്ങളാണ് ഇന്ന് RSSന്. ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ഇവിടെ ഈ RSSന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് 100 വർഷം പിന്നിടുന്ന ഘട്ടമാണ്. അതിന് ഒരുപാട് ആശയ പരിപാടികൾ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ്, ഒരുപാട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പദ്ധതി ആസൂത്രണം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് നമ്മൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, RSSന്റെ പങ്കാളിത്തം എന്താണ്, RSSും മോദിയും തമ്മിലുള്ള പലതരത്തിലുള്ള ഭിന്നതകളുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത്, 100 വർഷം പിന്നിടുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളിൽ പരമാവധിയും ഭേദിക്കാൻ RSSന് കഴിഞ്ഞു എന്നതാണോ ഇന്നത്തെ യാഥാർത്ഥ്യം? അല്ല, RSS നോക്കൂ, RSSന്റെ പദ്ധതി അത് ആൾക്കാരിലെ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു പോളറൈസേഷൻ, അവർ പറയുന്നൊരു കാര്യം എന്താ, ഹിന്ദു നാഷണലിസം അല്ലെങ്കിൽ
കൾച്ചറൽ ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുക, ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നത് എങ്ങനെയാണ്? മുസ്ലിം മതവിഭാഗവും മറ്റു മതവിഭാഗങ്ങളും മാറി നിൽക്കുകയും അല്ലെങ്കിൽ അവർ ഇതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ മാത്രം നിലനിൽക്കേണ്ട വരിക. ബാക്കിയുള്ള ബഹുസ്വരത അല്ലെങ്കിൽ ആ പ്ലൂറാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിനെ, ആ സെക്യുലറിസം എന്ന് പറയുന്ന കാര്യത്തിനെ മൊത്തത്തിൽ നെഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രോസസ്സ്. ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ്. അതല്ല മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറിലേക്ക് പോകണം. ഏതാ ഹിന്ദു കൾച്ചർ? എത്രയോ ഹിന്ദു സ്കൂളുകളുണ്ട്. അതിന് ഏത് സ്കൂളിൻ്റെ പറയാ പോകണ്ടേ? അതൊന്നുമല്ല. അതാ പറഞ്ഞ ഹിന്ദു മതത്തിൻ്റെ പാരമ്പര്യം എടുത്താൽ അതിൻ്റെ തന്നെ ബഹുസ്വരത എടുത്ത് കളഞ്ഞിട്ട് ഉള്ള ഒരു സെമറ്റിക് ഫോം ഓഫ് റിലീജിയൻ ഉണ്ടാക്കിയെടുത്ത് അത് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല. നമുക്ക് RSS വന്ന ശേഷം RSS ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, നമ്പേഴ്സ് ഇല്ല, ആരുടെ മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ഇന്ന് കാണുന്ന RSSകാരൻ നാളെ ബജറംഗിയായി മാറണം, അത് കഴിഞ്ഞാൽ ഹനുമാൻ സേനയുടെ ഭാഗമാകണം. എന്നാൽ മാത്രം ഇപ്പം നോക്കൂ, ഒഡീസയിൽ അവൻ പള്ളിയിലച്ചന്മാരെ അടിക്കുമ്പോൾ അവൻ ബജറംഗിയായി മാറി. മറ്റിടത്തവൻ വേറൊരാളാണ്. അവൻ പല പല രൂപങ്ങൾ ഏറ്റെടുക്കുന്ന, ഭാവങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണിത്. ഇതാണ് സത്യം. അപ്പോൾ പിന്നെ പറയുമ്പോൾ നമ്മൾ RSS അല്ലെന്ന് പറയുകയും ചെയ്യാം. എന്നാൽ RSSുമായി ചേർന്ന് നിൽക്കുന്നവരോ അങ്ങനെ നിൽക്കുന്നവർ മാത്രമാണ്. ചിലയിടത്തോ BJP ആണ്, ചിലയിടത്ത് RSS ആണ്, ചിലയിടത്ത് ബജറംഗിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് എംപയർ ഉണ്ട്. 1900 പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 1906 വരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോളറൈസ്ഡ് ആയിട്ട് നമ്മൾ നിന്ന ഒരു പീരീഡ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു സൂത്തിങ് പീരീഡ് ഉണ്ടാകുന്നു, പിന്നെ വീണ്ടും പോളറൈസ്ഡ് ആകുന്നു. അങ്ങനെയാണ് ആ ഡിവൈഡ് ആൻഡ് റൂൾ അത് വ്യക്തമായി നടത്തിയ ബ്രിട്ടീഷ് എംപയറിൻ്റെ ആ മെത്തേഡ് ഇപ്പം കൃത്യമായി പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൃത്യമായി എംപ്ലോയ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയെ കൂടാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം നോക്കൂ 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നു. അന്ന് വരെ നിന്ന പോളറൈസേഷൻ്റെ ലെവലാണോ ഇന്നത്തെ ലെവല്? അന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അന്നത്തെ മറ്റു മന്ത്രിമാര്, അതുവരെ ഉണ്ടായിരുന്ന മന്ത്രിമാർ ഇൻക്ലൂഡിങ് BJP ഗവൺമെന്റ് എന്നുവെച്ചാൽ ഈ പറയുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന BJP സർക്കാർ ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാരിൽ ആരേലും ഈ രീതിയിലാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്? അല്ല. ഇതിപ്പോൾ ഡയറക്റ്റ് ഹിറ്റാണ്. ഡയറക്റ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ അത് മതം എടുത്തു വെച്ച് വീശുക എന്നുള്ളതാണ് കാര്യം. അത് രാഷ്ട്രീയ നേട്ടമായി മാറാൻ പോകുന്നു. ആ രാഷ്ട്രീയ നേട്ടമാക്കാൻ അവർക്ക് പറ്റുന്നു. ആ നേട്ടം അതെങ്ങനെ രാഷ്ട്രീയ നേട്ടമാകുക? അത് നേട്ടമാകണമെങ്കിൽ നമ്മുടെ സമൂഹം പോളറൈസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം പോളറൈസ്ഡ് ആക്കി, പിന്നെ നേട്ടം ഉണ്ടാക്കുക, നേട്ടം ഉണ്ടാക്കി പോളറൈസ്ഡ് ആക്കുക. വട്ടം നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ച് നേരം കഴിഞ്ഞ് എവിടുന്നാ തുടങ്ങിയെന്നുള്ള അവസ്ഥ അറിയാൻ വയ്യാത്ത നമുക്കറിയത്തില്ലല്ലോ. വട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നവർ ഇതിന് എവിടെയാണ് ഇതിൻ്റെ ബിഗിനിങ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ദർ വാസ് എ ബിഗിനിങ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഇതിനെ കാണേണ്ടത്. നമ്മൾ ചെറുതായിട്ട് ഡീൽ ചെയ്താൽ പോരാ. അധികാരത്തിൽ നിന്ന് മാറി ഇപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അധികാരത്തിൽ നിന്ന് മാറിയാൽ പോലും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജ് ഉണ്ടല്ലോ, അക്കാഡമിക് സ്പിയറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൾച്ചറൽ സ്പേസിൽ ഓരോരുത്തർത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജിനെ ഓവർകം ചെയ്യാൻ ഒരുപാട് പണി നമ്മൾ എടുക്കേണ്ടി വരും. അതിനകത്ത് എനിക്ക് ഒരു സംശയവുമില്ല. അവിടെയാണ് ഈ പറയുന്ന BJP വഴി, മോഡി വഴി RSS പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വലിയ പദ്ധതികൾ RSSന് നടത്തിയെടുക്കാൻ പറ്റിയത്. കാരണം എന്താ? അതുവഴി RSS മോഡിയുടെ മുന്നിൽ വീക്കായാലും RSS എന്ന് പറയുന്ന സംഘടന നിലനിൽക്കുമല്ലോ. മോഡി ഇപ്പം കൽപ്പാന്ത കാലത്തോളം ജീവിച്ചിരിക്കാൻ പോകലല്ലോ. അങ്ങനെ നിൽക്കുമ്പം യഥാർത്ഥത്തിൽ RSSന് ഇത് നേട്ടമായി മാറുന്നു. RSSന്റെ പദ്ധതികൾ ഇച്ചിരുടെ സർസംഘചാലക് പറയേണ്ട സാധനം മൊത്തത്തിൽ ഇദ്ദേഹം പറയുന്നു. ഒരു കാര്യം ഓർക്കണം, ഒറ്റ കാര്യം കൂടെ പറയാം. ഇവർ തമ്മിലുള്ള റിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2024 ഒരു ബയോളജിക്കൽ ഒറിജിൻ അല്ല നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി തന്നെ പറയുകയാണ്. ഓർക്കുന്നുണ്ടാവും താങ്കൾ ആ ഡിബേറ്റ്. അദ്ദേഹത്തിനെ പ്രകീർത്തിച്ച് ഒരു ദൈവതുല്യനാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന് മറുപടി സർസംഘചാലക് പറഞ്ഞത് ഓർക്കണം. ആ സർസംഘചാലക് പറഞ്ഞത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് എതിർക്കുക ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിനെ അദ്ദേഹം കൃത്യമായി എതിർത്തു. അപ്പം മോഡിയുടെ പദ്ധതിയോട് RSSന് ഒരു താല്പര്യമില്ല. അല്ല, പദ്ധതിയോട് താല്പര്യമുണ്ട്, പക്ഷേ മോഡിയോട് താല്പര്യമില്ല. കാര്യം അവർക്ക് നടത്തിയെടുക്കേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുന്നുണ്ട്. അത് മോഡി ഈ പറയുന്ന രാഷ്ട്രീയ ഭൂമിയിൽ നിന്ന് പോയാൽ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പുറകോട്ട് പോക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് വെച്ചാൽ ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയില്ലല്ലോ ഉണ്ടോ എന്ന് പറയുന്ന ഒരു ലിമിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ഒത്തൊരുമിച്ച് എല്ലാവരുടെ നിന്നതിനെ നേരിടേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, ജിൻഡോ, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം ഇപ്പോൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഭരണഘടനയൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കി. ഭരണഘടന അവരോട് ചോദിക്കേണ്ട നിയമ സംവിധാനങ്ങളൊക്കെ അവർ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് പ്രത്യേകമായ ഒരു അന്വേഷണത്തിൻ്റെയോ അല്ലെങ്കിൽ പരിശോധനയുടെയോ സാധ്യത പോലും അവശേഷിക്കുന്നില്ല. RSS പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എന്തിനു വേണ്ടിയാണ്, അവരുടെ പ്രവർത്തന പദ്ധതി എന്താണ് എന്ന് നമുക്കറിയാം. ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണം. RSSന് അവരുടെ ഒരു RSSൻ്റെ ഹിന്ദുത്വ ആശയത്തിലേക്ക് എന്തുമാത്രം പോകാൻ കഴിഞ്ഞു? അതിന് ക്രിയേറ്റീവായിട്ടുള്ള വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തുമാത്രം പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് ഈ പറയുന്ന വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ മൂവ്മെൻ്റാണ്. അതിനെന്തുമാത്രം ജനങ്ങൾക്കിടയിലേക്ക് വേരാഴം ഉണ്ടാക്കാൻ കഴിയുന്നു? അല്ലെങ്കിൽ RSSൻ്റെ ഈ പറയുന്ന പോക്ക് ക്രമക്കേടുകളുടെ, വിഭാഗീയതകളുടെ, വർഗീയതയുടെ സാധ്യതകളെയാണ് തേടുന്നത് എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ എന്തുമാത്രം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്? അല്ല നിഷാദേ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സമരങ്ങളും, ഇപ്പോൾ നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ സമരങ്ങളും. അപ്പോൾ BJPയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ബിജു നായർ പറഞ്ഞത് കോൺഗ്രസ് നിരന്തരം പരാജയപ്പെടുന്നു, BJP ജയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് 2014 തോറ്റു, 19 തോറ്റു, 2024 ആകുമ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുകയും BJPയുടെ അംഗസംഖ്യ കുറയുകയും ചെയ്യുന്നു എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിതീഷ് കുമാറിൻ്റെ 2 ക്രച്ചസിലെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കോൺഗ്രസ് തോറ്റപ്പോഴൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന അസ്ഥിരപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ മതേതര മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല നരേന്ദ്രമോദി ജയിച്ചതെന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് BJPക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സ്വീകാര്യത യുവാക്കൾക്കിടയിൽ കോൺഗ്രസിന് കിട്ടുന്നത്. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പിന്തുണ കിട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനും രാഹുൽ ഗാന്ധിയുടെ വീഡിയോസിനും വേണ്ടിയിട്ട് കോടിക്കണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുന്നത്, നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് അതിനൊപ്പം എത്താൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെയിൽ, ലോകത്ത് തന്നെ ഉള്ളതിലെ ഏറ്റവും വലിയ ചെറുപ്പക്കാരാൽ സമ്പന്നമായ ഈ രാജ്യത്ത് 64% വരുന്ന ചെറുപ്പക്കാരാൽ സമ്പന്നമായ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും രാഹുൽ ഗാന്ധിയെ കാതോർക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം നരേന്ദ്രമോദിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി കാതു കൊടുക്കാൻ ഈ രാജ്യത്തെ ജനാധിപത്യ മനസ്സിന്, മതേതര മനസ്സിന് സൗകര്യമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വളരുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇനി കോൺഗ്രസ് എത്രത്തോളം ഇതിനെ ഫൈറ്റ് ചെയ്തു എന്നാണ് നിഷാദിന്റെ ചോദ്യം. കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിഷാദെ. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഫൈറ്റിന്റെ ഭാഗമായിട്ടല്ലേ, 6 മാസം എടുത്ത് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടല്ലേ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, ആക്ഷേപങ്ങൾ, ഊഹാപോഹങ്ങൾ, ഇതിനെല്ലാം സാധൂകരിക്കുന്ന തെളിവ് കൊടുക്കാൻ നമുക്ക് പറ്റിയത്? ഇലക്ഷൻ കമ്മീഷൻ പോലും 8-9 ദിവസമായിട്ട് ഒളിവിലിരിക്കേണ്ടി വന്നത്, ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്ക് പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോട് ഫാക്ട് വെച്ച് മറുപടി പറയാൻ പറ്റാത്തത്, ഈ രാജ്യത്തെ ജനങ്ങൾ ഇതിനോട് അവബോധരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിക്ക് കാതോർക്കുന്ന മനുഷ്യർ, ഇന്ത്യ മുന്നണിയുടെ സമര നേതാക്കന്മാർക്ക് കാതോർക്കുന്ന വലിയ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർ. ഇതൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സ്റ്റാൻഡ് വിജയമായി കാണുന്നു, പ്രതിരോധം വിജയം കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഞാൻ ചോദിച്ചത് RSSന് ഭരണഘടനയുണ്ടോ, മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ബിജു നായരും പറയുന്നത്. ബിജു നായർ എന്തായാലും അത് കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത RSS ഏഷ്യയിലെയും ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയാ? അതിപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ വോട്ടർ പട്ടികയിൽ കാണുന്ന പോലെ അച്ഛന്റെ പേര്, മറ്റേ സംഘികളുടെ അച്ഛന്റെ പേരെന്താ ABCD, വീട്ടു നമ്പർ 0, വീട്ടുപേരെന്താ വെച്ചാൽ HIJK എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായ ഒരു ഐഡന്റിറ്റിയും ഇല്ല. പല ID കാർഡ്, പല നാടുകളിൽ വോട്ട്, പല സംസ്ഥാനങ്ങളിൽ വോട്ട്, സംഘികളെ പല നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നു, ജയിപ്പിക്കുന്നു. അതുകൂടാതെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുന്നു. ഇതുപോലെ ഒരു പരിപാടിയാണ്. RSS ആരാണെന്ന് RSSന് പോലും അറിയില്ല. മെമ്പർഷിപ്പ് ഉള്ള RSSകാർ ആരാണെന്ന് അവർക്കറിയില്ല. കാരണം മെമ്പർഷിപ്പ് ഇല്ല, ഭരണഘടനയില്ല. ആകെയുള്ളത് അപ്പാപ്പ കാണുന്ന നിലപാട് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതിന് നമ്മൾക്ക് അതിന് തന്ന മറുപടി എന്താ? ഭരണഘടനയുള്ള അല്ലെങ്കിൽ ഈ ചട്ടക്കൂടുകളുള്ള സംഘടനകളൊക്കെ സങ്കുചിത പ്രവർത്തനമാണെന്ന്. അങ്ങനെ BJPക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, മിസ് കോളിലൂടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ BJP ഒരു സങ്കുചിത സംഘടനയാണെന്നാണോ ബിജു നായരുടെ അഭിപ്രായം? അപ്പൊ സങ്കുചിത സംഘടനകളല്ല. നാട്ടിലെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബുകാരന് പോലും അവർക്ക് രജിസ്ട്രേഷൻ എടുക്കണം, അവർ സ്വീകരിക്കുന്ന ഫണ്ടിന്റെ ഓഡിറ്റിംഗും കണക്കും വെക്കണം. RSS പ്രവർത്തിക്കുന്ന ഏത് ഫണ്ടിൽ നിന്നാ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എന്റെ അറിവിൽ RSSന് കിട്ടിയിട്ടുള്ള ഒരു ഫണ്ടിനെ കുറിച്ച് എന്റെ അറിവ്, ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മാസം 60 രൂപ പ്രതിമാസം കൈപ്പറ്റിക്കൊണ്ട് ഗാന്ധി വധത്തിലേക്ക് അടക്കം നയിക്കുന്ന രീതിയിൽ ബ്രിട്ടീഷുകാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന വിഭജന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എണ്ണ പകരുന്ന പ്രവർത്തനം നടത്തിയ ബ്രിട്ടീഷുകാരുടെ കപ്പം വാങ്ങിക്കൊണ്ടിരുന്ന RSSന്റെ ആ ഫണ്ടിന് ശേഷം മറ്റേത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് RSS പ്രവർത്തിക്കുന്നത്? ബിജു നായർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, 75 വയസ്സു കഴിഞ്ഞാൽ പിന്നെ മാർഗനിർദ്ദേശക മണ്ഡലിലേക്ക് പോവുക എന്ന ഒരു സമീപനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. 75-ാം വയസ്സിൽ ഒഴിഞ്ഞു മാറിയ പഴയ നേതാക്കന്മാരെ പ്രകീർത്തിക്കുന്ന സർസംഘചാലകന്റെ പ്രസംഗം നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അങ്ങനെ വന്നാൽ എല്ലാവരും മാറണം എന്നാണ്. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആവേശവും ഊർജവും ഉണ്ടായിരുന്നപ്പോൾ തന്നെയും 75-ാം വയസ്സിൽ മാറിക്കൊടുത്തവരെ കുറിച്ച് മോഹൻ ഭഗവത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മോദിയും മാറുമോ?
മാറേണ്ടി വരുമെന്ന ഭീതി മോദിക്കുണ്ടോ? അതാണ് ലാൽകുമാർ ഉന്നയിച്ച ഒരു പോയിന്റ്. അല്ല, ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ RSS പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകന്റെ മനസ്സിലിരിപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മോദിജി നിങ്ങളിൽ പലരും സമ്മതിച്ചതുപോലെ തന്നെ RSSന്റെ മനസ്സിലുള്ളത് അതിനേക്കാൾ എത്രയോ ഭംഗിയായി ഇന്ന് നിർവഹിച്ചെടുത്തിരിക്കുകയാണ്. അത് ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് 23 ലോകരാഷ്ട്രങ്ങളാണ് അവരുടെ പരമോന്നത ബഹുമതി നൽകി മോദിജിയെ ആദരിച്ചിരിക്കുന്നത്. അതിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്കകത്ത് വോട്ട് കിട്ടുവാൻ വേണ്ടി മോദി ഒരു മുസ്ലിം വിരോധിയാണ് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും അതൊന്നും സത്യത്തിൽ ലോകത്തിലും ആരും വിശ്വസിക്കുന്നില്ല, ഇന്ത്യയിലും ആരും വിശ്വസിക്കുന്നില്ല എന്നിടത്ത് മോദിജി ഇന്ത്യ കണ്ട ഏറ്റവും നീണ്ട നാൾ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുജിയുടെ റെക്കോർഡ് തകർത്തതിന് ശേഷം മാത്രമേ വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ഉള്ളൂ എന്നാണ് എല്ലാ നേതാക്കളും അണികളും ഒരേ സ്വരത്തിൽ നമ്മളോട് പറയുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ വാർത്തകളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബാക്കിയുള്ളതെല്ലാം വെറും കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. ശരി, മോദിയുടെ പ്രഭാവത്തെയും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിയില്ല, എല്ലാം വ്യാമോഹങ്ങളാണ്, മറിച്ചുള്ളതെല്ലാം എന്നാണ് ബിജു ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും RSSനെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കാനുള്ള വലിയ പ്രയത്നം തുടരുന്നു മോദിയും അദ്ദേഹത്തിന്റെ ടീമും എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ബിജു നായർ, ജിൻഡോ ജോൺ, ലാൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്